പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമാകുന്ന സത്യേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. എന്നെ കേൾക്കുവാൻ സർവശക്തനായ ദൈവം വീണ്ടും ഇടയാക്കുന്ന എല്ലാ അനുഗ്രഹിക്കപ്പെട്ട പ്രേക്ഷകർക്കും കർത്തൃനാമത്തിൽ എൻ്റെ ഹൃദയംഗമായ സ്നേഹവന്ദനങ്ങൾ. ദൈവഹിതമെങ്കിൽ ഇന്ന് നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് വാർദ്ധക്യം, നിരാശയോ അതോ പ്രത്യാശയോ എന്ന വിഷയത്തെ പറ്റിയാണ്. നമ്മുടെ സമൂഹത്തിലേക്ക് കണ്ണോടിക്കുമ്പോൾ വളർന്നു വരുന്ന ഒരു ആശങ്ക നമ്മൾ കാണുന്നു. നമുക്ക് പ്രിയപ്പെട്ട പല മാതാപിതാക്കളും മുത്തശ്ശിമാരും മുത്തച്ഛന്മാരും സാവധാനം വൃദ്ധസദനങ്ങളിലേക്കും നഴ്സിംഗ് ഹോമുകളിലേക്കും അസിസ്റ്റഡ് ലിവിംഗ് സെൻ്ററുകളിലേക്കും മാറിക്കൊണ്ടിരിക്കുന്നു. ചിലർ സ്നേഹത്തോടെ പരിചരിക്കപ്പെടുന്നു, എന്നാൽ മറ്റു ചിലർ തങ്ങൾ വിസ്മരിക്കപ്പെട്ടുവെന്നും ഒറ്റപ്പെട്ടുവെന്നും വെറുമൊരു കാത്തിരിപ്പിലാണെന്നും വിശ്വസിക്കുന്നു. നമ്മൾ സ്വയം ചോദിക്കുന്നു, വാർദ്ധക്യം എന്നത് നിരാശയാണോ അതോ പ്രത്യാശയാണോ? ബൈബിൾ വാർദ്ധക്യത്തെ ഒരു ശാപമായല്ല വിവരിക്കുന്നത്, അതൊരു കിരീടമായാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. നരത്ത തല ശോഭയുള്ള കിരീടമാകുന്നു. നീതിയുടെ വഴിയിൽ അതിനെ കണ്ടെത്താം. സദൃശവാക്യങ്ങൾ 16:31. വാർദ്ധക്യം എന്നത് ഉപയോഗശൂന്യമായ ഒരു കാലഘട്ടമല്ല, അത് ശുദ്ധീകരണത്തിൻ്റെ കാലമാണ്, ജീവിതത്തിലെ വിളവെടുപ്പ് കാലമാണ്. എങ്കിലും നമ്മൾ സത്യസന്ധത പുലർത്തണം. ഒരു കാലത്ത് നമ്മെ കൈകളിൽ താങ്ങിയിരുന്ന പല മാതാപിതാക്കളും ഇന്ന് ശൂന്യതയിലേക്ക് നോക്കി നിശബ്ദരായി ഇരിക്കുകയാണ്. നമ്മെ ഊട്ടിയ ആ കൈകൾ ഇന്ന് വിറയ്ക്കുന്നു. നമ്മെ ആശ്വസിപ്പിച്ച ആ ശബ്ദങ്ങൾ ഇന്ന് ഒരു സ്നേഹവാക്കിനായി ദാഹിക്കുന്നു. സ്നേഹത്തിനു വേണ്ടിയുള്ള അവരുടെ ആഗ്രഹത്തിൽ അനീതിയൊന്നുമില്ല. അന്തസ്സോടെ ജീവിക്കാനുള്ള അവരുടെ ആഗ്രഹത്തിൽ സ്വാർത്ഥതയുമില്ല. പ്രായമായ മാതാപിതാക്കൾ തങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടവരാണെന്ന് കരുതുമ്പോൾ ആ മുറിവ് ആഴത്തിലുള്ളതാണ്. അത് വൈകാരികം മാത്രമല്ല, ആത്മീയവുമാണ്. ഉത്തരം ദൈവത്തോടുള്ള പൂർണ്ണ സമർപ്പണമാണ്. മനുഷ്യനിർമ്മിതമായ സംവിധാനങ്ങൾ പരാജയപ്പെടുമ്പോൾ, കുടുംബങ്ങൾ പിന്നോട്ട് പോകുമ്പോൾ, സ്ഥാപനങ്ങൾക്ക് പരിമിതികൾ ഉണ്ടാകുമ്പോൾ ദൈവം പരിധികളില്ലാത്തവനായി നിലകൊള്ളുന്നു. നീ ജീവന്റെ വഴി എനിക്ക് കാണിച്ചു തരും, നിന്റെ സന്നിധിയിൽ സന്തോഷത്തിന്റെ പൂർണ്ണതയുണ്ട്. സങ്കീർത്തനങ്ങൾ 16:11. ശ്രദ്ധിക്കുക, ഭാഗികമായ സന്തോഷമെന്നല്ല ഇവിടെ പറയുന്നത്, സന്തോഷത്തിന്റെ പൂർണ്ണത എന്നാണ്. വാർദ്ധക്യത്തിലും പൂർണ്ണമായ സംതൃപ്തി. വാർദ്ധക്യത്തിലെ സന്തോഷം വരുന്നത് ശാരീരിക ബലത്തിൽ നിന്നോ സാമ്പത്തിക ഭദ്രതയിൽ നിന്നോ മക്കളുടെ നേട്ടങ്ങളിൽ നിന്നോ അല്ല, അത് ദൈവ സാന്നിധ്യത്തിൽ നിന്നാണ് വരേണ്ടത്. വാർദ്ധക്യത്തിലും നമുക്ക് ആനന്ദിക്കാം. യേശു പറഞ്ഞു, എൻ്റെ സന്തോഷം നിങ്ങളിൽ ഇരിക്കേണ്ടതിനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകേണ്ടതിനും ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. യോഹന്നാൻ 15:11. തൻ്റെ ശിഷ്യന്മാർക്ക് നൽകിയ അവസാന ഉപദേശങ്ങളുടെ ഭാഗമായിരുന്നു ഇത്. കഷ്ടപ്പാടുകളും വാർദ്ധക്യവും പീഡനങ്ങളും ബലഹീനതകളും വരാനിരിക്കുന്നുണ്ടെന്ന് അവന് അറിയാമായിരുന്നു. എങ്കിലും അവൻ തൻ്റെ സന്തോഷം വാഗ്ദാനം ചെയ്തു. ഈ സന്തോഷം താൽക്കാലികമല്ല, അത് നിലനിൽക്കുന്നതാണ്. വള്ളിയിൽ പടർന്നിരിക്കുന്ന ശാഖകൾ പോലെ അവനിൽ വസിക്കുന്നതിൽ നിന്നാണ് ഈ സന്തോഷം ലഭിക്കുന്നത്. വാർദ്ധക്യം നിരാശയാകുന്നത് എപ്പോഴാണ്? നമ്മുടെ ഐഡന്റിറ്റി വെറും അധ്വാനത്തിൽ മാത്രം അധിഷ്ഠിതമാകുമ്പോൾ, നമ്മുടെ മൂല്യങ്ങൾ സമ്പത്ത് കൊണ്ടോ അധികാരം കൊണ്ടോ മാത്രം അളക്കപ്പെടുമ്പോൾ, ദൈവവുമായുള്ള ബന്ധം വളർത്താതെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ. വാർദ്ധക്യം പ്രത്യാശയാകുന്നത് എപ്പോൾ? നമ്മുടെ ഐഡന്റിറ്റി ക്രിസ്തുവിൽ വേരൂന്നിയിരിക്കുമ്പോൾ, യൗവനത്തിൽ തന്നെ ദൈവസമർപ്പിത ജീവിതം ശീലിക്കുമ്പോൾ, ദൈവസാന്നിധ്യത്തിൽ വസിക്കുവാൻ ഹൃദയം പഠിക്കുമ്പോൾ. നിങ്ങളുടെ വാർദ്ധക്യം വരെയും ഞാൻ അവൻ തന്നെ, നിങ്ങൾ നരയ്ക്കുന്നതുവരെയും ഞാൻ നിങ്ങളെ വഹിക്കും. യെശയ്യാവ് 46:4. തൻ്റെ മക്കളെ പരിപാലിക്കുന്നതിൽ നിന്നും ദൈവം ഒരിക്കലും വിരമിക്കുന്നില്ല. നമ്മെ താങ്ങുന്ന വിശ്വാസം. എബ്രായർ 11. വിശ്വാസത്തോടെ നടന്ന പുരുഷന്മാരെയും സ്ത്രീകളെയും കുറിച്ച് എബ്രായർ 11 നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അവരിൽ ചിലർ ശക്തരായിരുന്നു, ചിലർ ബലഹീനരും. ഈ ജീവിതത്തിൽ അവർ ആഗ്രഹിച്ചതെല്ലാം അവർക്ക് ലഭിച്ചില്ലായിരിക്കാം, എങ്കിലും അവർ മഹത്തായ ഒന്ന് കണ്ടു. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല. 1 കൊരിന്ത്യൻസ് 2:9. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വാർദ്ധക്യമെന്നത് നാശത്തിലേക്കുള്ള കാത്തിരിപ്പല്ല, മറിച്ച് വെളിപ്പെടുത്തലിനായുള്ള കാത്തിരിപ്പാണ്. യുവ തലമുറയുടെ ഉത്തരവാദിത്വം. നമുക്ക് സൗമ്യമായും എന്നാൽ വ്യക്തമായും സംസാരിക്കാം.
മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്നത് ഒരു സംസ്കാരം മാത്രമല്ല, അത് ബൈബിൾ നൽകുന്ന കൽപ്പനയാണ്. ഒരു അമ്മ സ്നേഹപൂർണമായ ഒരു വാക്കിനായി കൊതിക്കുമ്പോൾ, ഒരു അച്ഛൻ ഒരു നേരത്തെ ഭക്ഷണത്തിനായി കാത്തിരിക്കുമ്പോൾ സ്വർഗം അത് നോക്കിക്കൊണ്ടിരിക്കുന്നു. അതേസമയം കുടുംബങ്ങളുടെ പരിമിതികളെയും നമ്മൾ അംഗീകരിക്കണം. ഇന്നത്തെ കാലത്തെ സമ്മർദ്ദങ്ങൾ വലുതാണ്. പരിചരിക്കുന്നവർ പലപ്പോഴും തളർന്നു പോകുന്നു. നമ്മൾ ആരെയും കഠിനമായി വിധിക്കരുത്, മറിച്ച് കരുണയുള്ളവരായിരിക്കണം. വൃദ്ധസദനങ്ങൾ ഉപേക്ഷിക്കപ്പെടുന്ന ഇടങ്ങളാകരുത്, മറിച്ച് ആദരിക്കപ്പെടുന്ന ഇടങ്ങളായി മാറണം. വാർദ്ധക്യം ഇപ്പോഴും ഫലദായകമാണ്. അവർ വാർദ്ധക്യത്തിലും ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. അവർ പുഷ്ടിയുള്ളവരും പച്ച പിടിച്ചവരും ആയിരിക്കും. സങ്കീർത്തനങ്ങൾ 92:14. വാർദ്ധക്യത്തിലെ ഫലങ്ങൾ ശാരീരിക അധ്വാനമാകയില്ല, അവ ഇവയാകാം: പ്രാർത്ഥന, മക്കളെയും കൊച്ചുമക്കളെയും അനുഗ്രഹിക്കൽ, ജ്ഞാനം പങ്കുവയ്ക്കൽ, ശാന്തമായ സാക്ഷ്യം, കൃപയോടെയുള്ള സഹിഷ്ണുത. നരച്ച മുടി ബലഹീനതയല്ല, അതൊരു സാക്ഷ്യമാണ്. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? യുവതലമുറ ബോധപൂർവം ബഹുമാനിക്കുക, സന്ദർശിക്കുക, വിളിക്കുക, അവരെ ഒപ്പം ചേർക്കുക, അവരുടെ കഥകൾ കേൾക്കുക. പരിചരിക്കുന്നവർ, നിങ്ങൾ സേവിക്കുന്നത് ക്രിസ്തുവിനെയാണെന്ന് ഓർക്കുക. മുതിർന്നവർ, കയ്പിലേക്ക് കീഴടങ്ങരുത്, ദൈവത്തിലേക്ക് സമർപ്പിക്കുക. നിങ്ങളുടെ അവസാന കാലം ഏറ്റവും തിളക്കമുള്ളതാക്കാം. നമ്മളെല്ലാവരും ദൈവത്തെ ഇപ്പോൾ തന്നെ അന്വേഷിക്കുക. വിശ്വാസം കെട്ടിപ്പടുക്കാൻ ബലഹീനത വരുന്നതുവരെ കാത്തിരിക്കരുത്. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മുതിർന്നവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യത്തിലും അവരെ വഹിക്കുമെന്ന് അങ്ങ് വാഗ്ദാനം ചെയ്തുവല്ലോ. ആ വാഗ്ദാനം അവരുടെ ജീവിതത്തിൽ നിറവേറ്റണമേ. ഏകാംഗതയുള്ളിടത്ത് അങ്ങയുടെ സാന്നിധ്യം പകരണമേ. പശ്ചാത്താപമുള്ളിടത്ത് ക്ഷമ നൽകണമേ. ഭയമുള്ളിടത്ത് ഉറപ്പ് നൽകണമേ. ബലഹീനതയുള്ളിടത്ത് ശക്തി നൽകണമേ. കർത്താവെ, വാക്കുകളാൽ മാത്രമല്ല പ്രവൃത്തികളാൽ ബഹുമാനിക്കുവാൻ യുവതലമുറയെ പഠിപ്പിക്കണമേ. തകർന്ന ബന്ധങ്ങളെ പുനരുദ്ധരിക്കണമേ. അന്തസ്സും സ്നേഹവും പ്രത്യാശയും നിറഞ്ഞ ഒരു സമൂഹമായി ഞങ്ങളെ മാറ്റണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. വി ലവ് യു all and may God richly bless you. Amen.